പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ സ്നേഹാശംസകൾ പ്രത്യേകമായി കോഴിക്കോട് രൂപതയുടെ വൈദികരുടെ, സന്യസ്തരുടെ, അൽമായരുടെയൊക്കെ സ്നേഹാന്വേഷണങ്ങൾ പ്രത്യേകമായി അറിയിക്കുകയാണ്. മംഗളം നേരുന്നു, കരുത്തു നേരുന്നു, ചൈതന്യം നേരുന്നു. ഇന്ന് വരെയും അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരങ്ങൾ തുടർന്നും നിങ്ങളുടെ മേൽ ശക്തമായി ഉണ്ടാകണമേ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ജൂബിലി ദൈവത്തോടും മനുഷ്യരോടും കുറച്ചുകൂടി അടുക്കുന്നതിനുള്ള അവസരമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഈ അവസരത്തിൽ 2-3 ആശയങ്ങളാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ജൂബിലി എന്താണ്? രണ്ടാമതായി, ജൂബിലി എന്തിനാഘോഷിക്കണം? മൂന്നാമതായി, ഈ ജൂബിലിയുടെ ഫലം എന്തായിരിക്കണം? ഒന്നാമത്തെ ചോദ്യം ജൂബിലി എന്താണെന്നുള്ളതാണ്. അത് ലേവ്യരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. ഈ ജൂബിലിയുടെ ഫലം എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ അത് അഭിമന്യ തട്ടിൽ പിതാവ് വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് വേണ്ടി വായിക്കുകയുണ്ടായി. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അതാണ്. ഈ ഐക്യത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി എല്ലാം. അങ്ങനെയുള്ള കൂട്ടായ്മയുടെ ഒരു സംസ്കാരം, എ കൾച്ചർ ഓഫ് കമ്മ്യൂണിയൻ നമ്മുടെ സഭയിൽ അതിശക്തമായി ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ജൂബിലി എന്താണ്? ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. 2000 ആണ്ടിൽ നമ്മൾ മഹാജൂബിലി ആഘോഷിച്ചപ്പോൾ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 4 കാര്യങ്ങൾ ഈ വായനയെ അടിസ്ഥാനമാക്കി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ജൂബിലി ഈസ് എ ടൈം ഓഫ് ഗ്രേസ്. ജൂബിലി കൃപയുടെ സമയമാണ്. രണ്ടാമതായി, ജൂബിലി ഈസ് എ ടൈം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ജൂബിലി എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയുടെ സമയമാണ്. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞു, ജൂബിലി ഈസ് എ ടൈം ഓഫ് കൺവേർഷൻ. മാനസാന്തരത്തിൻ്റെ സമയവുമാണ് ജൂബിലി. നാലാമതായിട്ട് പറഞ്ഞു, ജൂബിലി ഈസ് എ ടൈം ഓഫ് റെക്കൺസിലിയേഷൻ. അനുരഞ്ജനത്തിൻ്റെ സമയമാണ് ജൂബിലി എന്ന്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ വായനയിലേക്ക് പോകാം. അല്ല, ഒന്നാമത്തെ ആശയം, ജൂബിലി ഈസ് എ ടൈം ഓഫ് ഗ്രേസ്. നമ്മളിത് വെറുതെ ആഘോഷിക്കുകയല്ല. ദൈവത്തിൻ്റെ കൃപകൾ പിടിച്ചു പറ്റുന്നതിന് നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ദൈവത്തിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും വാങ്ങിക്കൊണ്ട് ശക്തരാകുന്നതിന് വേണ്ടിയിട്ടാണ്
ഈ ജൂബിലി ആഘോഷിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനങ്ങളില്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ ജൂബിലിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ പറയുകയാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് പറയുന്നു, ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം ആഴത്തിലുമുള്ളതായിരുന്നുവെന്ന്. പിന്നത്തെ വാചകമാണ് പ്രധാനപ്പെട്ടത്. ജലത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചതിൻ്റെ ഫലമായിട്ട് സൃഷ്ടിയുണ്ടാകുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏദൻ തോട്ടമുണ്ടാകുന്നു, പറുദീസയുണ്ടാകുന്നു. ദൈവത്തിൻ്റെ ചൈതന്യമാണ് ഇതൊക്കെ സാധ്യമാക്കി തീർക്കുന്നത്. ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ജലത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാം മേലിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ രൂപത സ്ഥാപിതമായപ്പോൾ ജോസഫ് ഇരുമ്പൻ പിതാവിൻ്റെയും അന്നത്തെ വൈദികരുടെയും സമർപ്പിതരുടെയും അൽമാരുടെയും മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ആ ചലനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 50 വർഷം നമ്മൾ ഈ രൂപതയുടെ ജൂബിലി ആഘോഷിക്കുന്നത്. ഈ 50 വർഷങ്ങളിലൂടെ വിശ്വാസത്തിൽ വളരുവാൻ, പ്രത്യാശയിൽ വളരുവാൻ, സ്നേഹത്തിൽ വളരുവാനൊക്കെ ഈ രൂപതയ്ക്ക് കഴിഞ്ഞുണ്ട്. ഈ രൂപത സ്നേഹത്തിൻ്റെ പ്രതീകമായി, പ്രത്യാശയുടെ പ്രതീകമായി, വിശ്വാസത്തിൻ്റെ പ്രതീകമായൊക്കെ വളർന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ സജീവമായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. ആ ആത്മാവ് ഇവിടുത്തെ മെത്രാന്മാരിൽ, ഇവിടുത്തെ വൈദികരിൽ, ഇവിടുത്തെ സമർപ്പിതരിൽ, ഇവിടുത്തെ അൽമാരിലൊക്കെ അതിശക്തമായി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഏതാണ്ട് 60,000-ൽ പരം ജനങ്ങളും ധാരാളം സന്യസ്തരും ധാരാളം വൈദികരും ധാരാളം സഹോദരന്മാരുമുള്ള ഒരു രൂപതയായി ഈ പാലക്കാട് രൂപത വളർന്നു വന്നെന്നുള്ളത് നമുക്കറിയാം. അതിന് നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മൾ പ്രത്യേകമായി ഇന്ന് നന്ദി പറയുകയാണ്. അതുകൊണ്ട് 2-ാമത്തെ മാർപ്പാപ്പ പറഞ്ഞത് ജൂബിലി ഈസ് എ ടൈം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാണ്. ഏതിനൊക്കെയാണ് നന്ദി പറയേണ്ടത് നിങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, എല്ലാം നല്ലവനായ ദൈവത്തിന് നന്ദി പറയണം. ഞാൻ ഒരിക്കല് 2 സിസ്റ്റേഴ്സ് എന്നെ ജൂബിലി ക്ഷണിക്കാനായിട്ട് വന്നു. 2 പേരും വളരെ യങ് സിസ്റ്റേഴ്സാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ഈ ജൂബിലിയൊക്കെ ആഘോഷിക്കുന്നത്? ചിലർ പറയുന്നു ഇത് വെറും കടമാണ്, ധാരാളം പണം പൊടിപൊടിച്ച് ഒരാഘോഷം നടത്തുന്നു, ഇതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ചിലർ പറയുന്നു ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂട്ടായ്മയിലേക്ക്, കൂടുതൽ പ്രാർത്ഥനയിലേക്ക്, കൂടുതൽ ദൈവകൃപയിലേക്കൊക്കെ കടന്നു വരുമെന്ന്. ഞാൻ അങ്ങനെ ആ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, എന്തിനാ ജൂബിലി ആഘോഷിക്കുന്നത്? ഒരു സിസ്റ്റർ ഒന്ന് പുഞ്ചിരിച്ചേ ഉള്ളൂ, ഉത്തരം പറഞ്ഞില്ല. എന്നാൽ മറ്റേ സിസ്റ്റർ എൻ്റെ മുഖത്ത് നോക്കി എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ എന്നെ സ്തബ്ധനാക്കിക്കൊണ്ട്
ഒരു ഉത്തരം പറഞ്ഞു. ആ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: പിതാവേ, ജൂബിലി ആഘോഷിക്കുന്നത് നമുക്ക് ലഭിച്ച എഫാത്ത അനുഭവത്തിന്, തുറക്കപ്പെട്ട അനുഭവത്തിന് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടിയാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും അമേസ്ഡായിപ്പോയി. ഇതുവരെയായിട്ട് ഞാൻ കേൾക്കാത്ത ഒന്നായിരുന്നു അത്. ജൂബിലി ആഘോഷിക്കുന്നത് എഫാത്ത അനുഭവത്തിന് ദൈവത്തിന് നന്ദി പറയാനാണ്. ഞാൻ വീണ്ടും സിസ്റ്ററോട് ചോദിച്ചു, എന്താ സിസ്റ്റർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്നെ ആ സിസ്റ്റർ കൂട്ടിക്കൊണ്ടുപോയത് മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്കാണ്. ഈശോ ബധിരനും മൂകനുമായൊരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവനെ സ്പർശിക്കുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എഫാത്ത, തുറക്കപ്പെടട്ടെ. അവന്റെ അധരങ്ങൾ തുറക്കപ്പെട്ടു, അവന്റെ ചെവികൾ തുറക്കപ്പെട്ടു, അവന്റെ ആത്മാവ് തുറക്കപ്പെട്ടു, അവന്റെ മനസ്സ് തുറക്കപ്പെട്ടു. എല്ലാം തുറക്കപ്പെടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റർ പറഞ്ഞ ഈ അനുഭവമാണ് ജൂബിലിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. തുറക്കപ്പെട്ട അനുഭവം, എഫാത്ത അനുഭവം. എന്താണത്? ദൈവത്തിങ്കിലേക്ക് തുറക്കപ്പെട്ട അനുഭവം, മനുഷ്യരിലേക്ക് തുറക്കപ്പെട്ട അനുഭവം, നമ്മുടെ ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരുടെ ഇടയിലേക്ക് തുറക്കപ്പെട്ട അനുഭവം. അങ്ങനെ നമ്മളിവിടെ ഒരു കൾച്ചർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു സംസ്കാരം, എ സിവിലൈസേഷൻ ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു നാഗരികത നിങ്ങളുടെ ജീവിതം വഴി നിങ്ങൾ ഈ പാലക്കാട് കെട്ടി ഉയർത്തുകയായിരുന്നു. 50 വർഷങ്ങളിലൂടെ എത്രയോ വചനങ്ങൾക്ക് കേട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ ജ്വലിപ്പിച്ചു. എത്രയോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനകളായി മാറി. എത്രയോ ആളുകൾ അലിവിന്റെ കൂടാരമായ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജിതരായി. എത്രയോ മനുഷ്യർ സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, മറ്റെല്ലാ തരത്തിലും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഇതൊക്കെ തുറക്കപ്പെട്ട അനുഭവമല്ലെങ്കിൽ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തുറക്കപ്പെട്ട അനുഭവത്തിന്, എഫാത്ത അനുഭവത്തിന് നന്ദി പറയുകയാണ്. വീണ്ടും ഇനിയുള്ള കാലവും ഇതുപോലെയുള്ള എഫാത്ത അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ, ആത്മാവിനെ എല്ലാം തുറക്കുന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആര പറയുണ്ടായി, ആകാശം ചുരുങ്ങുന്നത് പാപമാണ്. ആള് തന്നെ പറഞ്ഞു, ചക്രവാളങ്ങൾ ചുരുങ്ങുന്നത് പാപമാണെന്ന്. എന്ന് വെച്ചാൽ ചക്രവാളങ്ങൾ വിശാലമാണ്, ആകാശം വിശാലമാണ്. അത് ചുരുങ്ങുമ്പോൾ അത് പാപമായിട്ട് വരികയാണ്. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തുവിന്റെ ആശയങ്ങൾ സ്വീകരിച്ചവർ, മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങളൊക്കെ ചുരുങ്ങി ചുരുങ്ങി നമ്മിലേക്ക് തന്നെ വരുമ്പോൾ അവിടെ ആകാശം ചുരുങ്ങുകയാണ്, ചക്രവാളങ്ങൾ ചുരുങ്ങുകയാണ്, നമ്മൾ പാപം ചെയ്യുകയാണെന്ന് പറയാൻ സാധിക്കും. ഇത്രമാത്രം ദൈവശാസ്ത്രവും വേദപാഠവും തത്വശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ദർശനങ്ങളെ
നമുക്ക് ചക്രവാളം പോലെ വലുതാക്കാൻ സാധിക്കില്ല എങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം? നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലി, ആ ദിവ്യബലി തന്നെ നമ്മുടെ മാനസാന്തരത്തിന് ഏറ്റവും കാരണമാകേണ്ടതല്ലേ? ആ ബലി അർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം തുറക്കപ്പെടണം. ആ തുറക്കപ്പെട്ട അനുഭവം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മാർപ്പാപ്പ പറഞ്ഞ രണ്ടാശയങ്ങളുണ്ട്. മാനസാന്തരത്തിന് സമയമാണ് ഈ ജൂബിലി, അനുരഞ്ജനത്തിൻ്റെ സമയമാണ് ഈ ജൂബിലി എന്ന്. മാനസാന്തരം അനുരഞ്ജനം എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വളരെ മനോഹരമായൊരു സുവിശേഷമാണ്. അവിടെ ആ 17-ാം അധ്യായം ധാരാളമായി പഠിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഒരു പുസ്തകം തന്നെ എഴുതുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് 17-ാം അധ്യായത്തിൽ 4 തീംസ് ഉണ്ട്, 4 സുപ്രധാന ആശയങ്ങളുണ്ട്. ഒന്നാമത്തേത് നിത്യജീവനെ കുറിച്ചാണ്. എന്താണ് നിത്യജീവൻ എന്ന് 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യേശു തന്നെ പറയുകയാണ്, സത്യദൈവമായി അങ്ങയെ അറിയുകയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് നിത്യജീവനെന്ന്. സത്യദൈവമായ അങ്ങയെ അറിയുകയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്യുക എന്നതാണ് നിത്യജീവനെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 50 വർഷക്കാലം ഈ രൂപത ചെയ്തതെന്താണ്? സത്യദൈവമായ ദൈവത്തെ എല്ലാവർക്കും കൊടുക്കുകയായിരുന്നില്ലേ? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്, കർത്താവാണെന്ന്, ഈശോ മിശിഹയാണെന്ന് പഠിപ്പിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. നിത്യജീവനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിച്ചത്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണ്? സമാധാനമാണോ? ഐശ്വര്യമാണോ? എന്താണ് കൊണ്ടുവന്നത്? ആ ചോദ്യത്തിന് ഉത്തരം മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്. യേശു ക്രിസ്തു കൊണ്ടുവന്നത് ദൈവത്തെയാണ്, ആദിയും അന്തവുമായ ദൈവത്തെ. ആ ദൈവത്തെ നമ്മിലേക്ക്, മനുഷ്യരിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നവനാണ് യേശു ക്രിസ്തു. ഈ രൂപത 50 വർഷക്കാലം ഇവിടെ നിലനിന്നത് ഈ ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ രൂപത ഈ 50 വർഷക്കാലവും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആഘോഷം ഏറ്റവും സുന്ദരമാണെന്ന്, ഏറ്റവും മനോഹരമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. രണ്ടാമത്തെ തീം, രണ്ടാമത്തെ ആശയം മാർപ്പാപ്പ പറയുന്നത്, ഇവരെ സത്യത്തിൽ കോൺസെക്രേറ്റ് ചെയ്യണമേ, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ്. സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി എല്ലാം നിലകൊള്ളുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കണമെന്ന് ഞാനും ഇന്ന്, ഞങ്ങളെല്ലാവരും ഇന്ന്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ തീം ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നത്, 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അങ്ങയുടെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി. ഐ ഹാവ് മെയ്ഡ് നോൺ യുവർ നെയിം.
നിന്റെ നാമം ഞാൻ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ 50 വർഷക്കാലം യേശുവിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഈ ആഘോഷം ഏറ്റവും ഗംഭീരമാണ്, ഏറ്റവും സുന്ദരമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവസാനമായിട്ടാണ് കർത്താവ് പറയുന്നത്, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. ഈ 50 വർഷക്കാലം ഈ രൂപതയെ ഐക്യത്തിൽ, സ്നേഹത്തിൽ, കൂട്ടായ്മയിലൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ആ നല്ലവനായ ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും ഭംഗം വരുന്നെങ്കിൽ അത് മാറ്റിക്കളയുവാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. കൂട്ടായ്മയിൽ നിന്ന് വെട്ടിക്കളയുകയല്ല, കൂട്ടായ്മയിൽ നിന്ന് തള്ളിക്കളയുകയല്ല, മറിച്ച് നഷ്ടപ്പെട്ട ആടുകളെ തേടിപ്പോയ യേശുക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുവാൻ, അവരെ തേടി പുറത്തേക്ക് പോകുവാൻ നമുക്ക് കഴിയണം. അത് ജാതിയില്ല, മതമില്ല. എല്ലാ മതങ്ങളിലേക്കും എല്ലാ ജാതികളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലണം ഈ ഒരു കൂട്ടായ്മയുടെ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിവിടെ എന്തിനു വന്നു, എന്തു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും പോയി നമ്മൾ പ്രസംഗിക്കണമെന്നില്ല. ഏറ്റവും വലിയ പ്രസംഗം നമ്മളുടെ ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, 4 സുവിശേഷങ്ങളില്ലേ, നമ്മൾ ഓരോരുത്തരും 5-ാമത്തെ സുവിശേഷങ്ങളാണ്. നമ്മൾക്കറിയാവുന്ന മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ ചുറ്റുപാടുമുള്ള മുസ്ലിമുകളോ ഹിന്ദുക്കളോ ഒന്നും വായിച്ചിരിക്കില്ല. പക്ഷെ അവരെന്നും വായിക്കുന്ന ഒരു 5-ാമത്തെ സുവിശേഷമുണ്ട്. ആ സുവിശേഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ്, എൻ്റെയും നിങ്ങളുടെയും സംസാരമാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിത ശൈലിയാണ്. ആ ശൈലിയിൽ എന്തെങ്കിലും മോശം വന്നാൽ അത് എതിർസാക്ഷ്യമായി തീരും, നമുക്കത് മോശമായി ഭവിക്കുകയും ചെയ്യും. അതൊരിക്കലും സംഭവിക്കരുത്. അതുകൊണ്ട് ഈ പാലക്കാട് രൂപതയെ കൂട്ടായ്മയിൽ വളർത്തിക്കൊണ്ടുവന്ന നല്ലവനായ ദൈവത്തിന് ഈ വിശുദ്ധ കുർബാനയിൽ കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയിൽ, പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ ഈ വിശുദ്ധ കുർബാനയിൽ നാം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇനിയും ഈ കൂട്ടായ്മ അതിശക്തമാകട്ടെ. മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഈ സിനറാലിറ്റി, ഈ ഒരുമിച്ച് നടക്കൽ, ഒരുമിച്ച് ജീവിക്കൽ, ഒരുമിച്ച് ചിന്തിക്കൽ, ഒരുമിച്ച് ചിരിക്കൽ, ഒരുമിച്ച് കരയൽ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ കണ്ടിട്ട് ഇനിയും കൂടുതൽ പ്രസംഗിക്കണമെന്നുണ്ട്. പക്ഷെ ഇവരാരെങ്കിലും വന്ന് എന്നെ ചെവിക്ക് പിടിക്കും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.